പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് ബ്ലെസ്സസ് യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതുപോലെ ഒരു അവസരം ദൈവം തന്നതിനായി ദൈവത്തിനും ഇതിൻ്റെ അണിയറ ശില്പികൾക്കൊക്കെ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഹൈറേഞ്ചിലാണ്, ഇടുക്കി ജില്ല ഹൈറേഞ്ചിലാണ് ജനിച്ചു വളർന്നത്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ചെറുപ്പകാലത്തിൽ എനിക്ക് ആ ചെറുപ്പകാലങ്ങളിൽ ആ സന്തോഷം മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഇംഗ്ലീഷ് പദ്യം ഇപ്രകാരം പറയുന്നു: വേദന വന്നെൻ്റെ കതകിൽ മുട്ടി, ഞാൻ അതിന് അനുവാദം കൊടുത്തില്ല, എങ്കിലും വേദന ബലമായി എൻ്റെ വീട്ടിൽ വന്നു, അത് ഉളവാക്കിയ അതിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയില്ല എന്നൊരു ഇംഗ്ലീഷ് കവിതയുടെ മലയാള പരിഭാഷയാണ്. എൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ സന്തോഷം സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് 4 സഹോദരന്മാർ, 3 സഹോദരിമാർ. എൻ്റെ ബാല്യകാലം വളരെ സന്തോഷപ്രദമായിരുന്നു. സ്നേഹമുള്ള മാതാപിതാക്കൾ, അയൽവാസികൾ, ദേശനിവാസികൾ, സഹോദരങ്ങൾ എല്ലാം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഞങ്ങൾക്ക് പൊതുവായിട്ട് ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ: കാട്ടുമൃഗങ്ങൾ. അവിടെ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും എല്ലാ ആഘോഷങ്ങൾ, എല്ലാ മതത്തിൻ്റെയും ആഘോഷങ്ങളൊക്കെ ചെയ്തു വന്ന ഒരു കാലഘട്ടമുണ്ട് ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷകരമായ ബാല്യം. വേദന ഞങ്ങളുടെ ഗേറ്റിങ്കൽ വന്നു. കാരണം എൻ്റെ പിതാവ് 5-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. പിന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ITI വിദ്യാഭ്യാസത്തിന് ശേഷം സംഗീതം പഠിക്കാനായി കടന്നുപോയി. വേദന ഞങ്ങളുടെ ഗേറ്റ് തുറന്ന് മുറ്റത്ത് വന്നു. അതിനുശേഷം എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ കൂട്ടുകാരുമൊത്ത് തമിഴ്നാടിന് പോയതാണ്. ഒരാഴ്ച കഴിഞ്ഞ് അവൻ മടങ്ങി വന്നതും ഒരു മാനസിക രോഗിയായിട്ടാണ്. വേദന ഞങ്ങളുടെ സിറ്റൗട്ടിൽ വന്നു. പിന്നീട് എൻ്റെ 2-ാമത്തെ ജ്യേഷ്ഠനും മാനസിക രോഗിയായി മാറി. അങ്ങനെ വേദന ഞങ്ങളുടെ ഹോളിൽ ആർത്തട്ടഹസിക്കുകയും ചിരിക്കുകയും കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. എൻ്റെ സഹോദരന്മാർ 3 മുറിക്കുള്ളിൽ അവരുടേതായ ലോകത്തിൽ മുഴുകിയിരുന്നൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നാട്ടുകാർ ഞങ്ങളുടെ വീട്ടുപേരൊക്കെ മാറ്റി ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തു. അവർക്കൊരു വിടുതൽ ഉണ്ടായില്ല. അവസാനം ആരോ പറഞ്ഞു മന്ത്രവാദം ചെയ്താൽ പോകും. അതും ഞങ്ങൾ ചെയ്തു. എല്ലാം എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ. അങ്ങനെ തോണി നഷ്ടപ്പെട്ട, പങ്കായം നഷ്ടപ്പെട്ട ഒരു ചെറു തോണി നടുക്കടലിൽ ആടി ഉലയുന്നതുപോലെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും, യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, കർത്താവ് ഒരു മതസ്ഥാപകനല്ല, ദൈവം പാപികളെ സ്നേഹിപ്പാൻ വന്ന പരിശുദ്ധനായ ദൈവമാണെന്ന് പറയുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവർ സഭയായി കടന്നു വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ 3 സഹോദരന്മാർക്കും വിടുതൽ ദൈവം നൽകി. അങ്ങനെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു. ആ നിമിഷം വരെയും, ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരെയും എൻ്റെ ജീവിതം വളരെ പ്രശ്നസങ്കീർണവും ദുഃഖ സാന്ദ്രമായ ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയത്. രക്ഷയുടെ സന്തോഷം വന്നു. ഞങ്ങൾ പിന്നെ യേശുവിനെ സ്വന്തം രക്ഷാവും കർത്താവുമായി ഞങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച എൻ്റെ സഹോദരങ്ങൾക്ക് സൗഖ്യം ദൈവം നൽകി. ഇതിനിടയിലും എനിക്ക് വിദ്യാഭ്യാസം തുടരുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ജ്യേഷ്ഠന്, ഞങ്ങൾ 2 സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീസ് അടയ്ക്കാനില്ലാത്തത് കൊണ്ട് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ ജ്യേഷ്ഠൻ പിന്നീട് പൈസ ഉണ്ടായി ഫീസ് അടച്ചിട്ട് മാനസികമായ ഒരു വിഷമം കാരണം പോയില്ല, ഒരു സങ്കടമായതുകൊണ്ട് പോയില്ല. ഞാൻ പിന്നെയും എൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ മൂത്ത ചേച്ചി 2-3 പെൺകുഞ്ഞുങ്ങളെ തനിച്ചാക്കി ചേച്ചിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ മരണത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായി. അപ്പോൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും
മരണശേഷം സ്വച്ഛന്ത സുന്ദരമായ ഒരു സ്വർഗരാജ്യവും കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നിത്യ നരകവുമുണ്ടെന്നുള്ള ആ പഠനം അതിനോട് മരണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചത്. ഒരു പുസ്തകം എഴുതാൻ ദൈവം എന്നെ സഹായിച്ചു. മരണതീരം അണയും മുൻപേ ബൈബിളിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും തെളിവുകളോട് കൂടെ മരണശേഷം ജീവിതം തുടരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതാൻ ദൈവം സഹായിച്ചു. ഇനി ആധുനിക ലോകത്തിൽ എങ്ങനെ നല്ല മാതാപിതാക്കളാകാം. മോശയുടെ ജീവിതത്തെക്കുറിച്ച്, മോശ കുഞ്ഞുനാളിൽ അവന് ദൈവവചനം ഹൃദയസ്ഥമാക്കി അവൻ്റെ മാതാപിതാക്കൾ നൽകിയത് കൊണ്ട് പിന്നെ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കാനായിട്ടുള്ളൊരു ആ സാഹചര്യം എൻ്റെ കുഞ്ഞുനാളിൽ കിട്ടിയതാണ്. അങ്ങനെ ഒരു ദൈവിക ദർശനം എനിക്ക് നൽകി. ഇനി ആധുനിക ലോകത്തിൽ എങ്ങനെ നല്ല മാതാപിതാക്കളാകാം എന്ന ഒരു പുസ്തകവും എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടമെന്ന് പറയുന്നത്, ഞാൻ ബി.എഡിന് ശേഷം വിദ്യാഭ്യാസാനന്തരം ഞാൻ ഈ ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം എൻ്റെ മനസ്സിന് വല്ലാതെ ഭാരപ്പെടുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുത്ത് കാണാത്തവരുടെ എല്ലാം ആത്മാക്കൾ അല്ലെങ്കിൽ അവർ നിത്യനരകത്തിലേക്ക് പോകുമെന്നുള്ള ഒരു വേദന എൻ്റെ മനസ്സിന് എപ്പോഴും ഇങ്ങനെ മതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം തന്നെ എന്നോട് സംസാരിച്ചു. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി ആന്ധ്രാപ്രദേശിന് കടന്നുപോയി. അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹാനന്തരം ഞങ്ങൾ ഇരുവരും ആന്ധ്രാപ്രദേശിന് ദൈവവേലയ്ക്കായി കടന്നുപോയി. എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ജോസ് നുമപ്പിൻ്റെ വാഗ്ധോരണി എന്ന മംഗളം പത്രം 2004 ജൂൺ മാസത്തിലെ പത്രത്തിൽ ഇങ്ങനെ ഒരു ഫീച്ചർ എഴുതുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരവസരത്തിലാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരൻ ജസ്റ്റിൻ രാമപുരം എന്ന് പറയും, അദ്ദേഹം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് എന്നിട്ട് എൻ്റെ ഭർത്താവിനെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കും. അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ, ഒരു കടയിലും ഉള്ളു ലാൻഡ് ഫോൺ. അപ്പം അദ്ദേഹം വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ടൗണിൽ വരുമ്പോഴത്തേനും ഈ ചേട്ടൻ എന്നും പറയും, ജോസേ നിന്നെ ജസ്റ്റിൻ വിളിച്ചു, പ്രാർത്ഥനയ്ക്ക് എല്ലാം പറഞ്ഞു വിളിച്ചു എന്ന് പറയും. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം വഴക്കുണ്ടാക്കാനായിട്ട് ജസ്റ്റിൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് അവിടെ പ്രാർത്ഥന നടക്കുന്ന ദിവസമായിരുന്നു. അച്ചായി അവിടെ കയറി മുറ്റത്ത് ചെന്നപ്പോൾ തന്നെ എന്തോ ഒരു വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു മനസ്സിന്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കയറിയിരുന്ന ദേവദാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ഒന്നൊന്നായി പറയുവാൻ തുടങ്ങി. മീനച്ചിലാറ്റിൽ മരിക്കാൻ പോയ സമയത്ത് ഒരാൾ വന്ന് രക്ഷിച്ചതും, പാർട്ടി പ്രശ്നത്തിൽ അത് നിയമസഭയിൽ വരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായി. അപ്പോൾ എതിർ പാർട്ടിക്കാരെ കൊല്ലാൻ വേണ്ടി 3 സ്ഥലത്ത് ആയുധവുമായ ആളുകളെ നിർത്തി. എന്നാൽ അന്ന് രാത്രിയിൽ എന്നും വീട്ടിൽ ഈ സന്ധ്യ 9:10 ആകുമ്പോഴേ കടന്നു പോകുന്നത്. അപ്പോൾ അന്ന് പുള്ളിക്കാരന് തോന്നി ഇന്ന് ഇവിടെ പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങാം. അങ്ങനെ അന്ന് അവിടെ കിടന്നുറങ്ങി. അതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഈ ദൈവദാസൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അടിയുണ്ടാക്കാൻ പോയ അദ്ദേഹം ആ ഞായറാഴ്ച തന്നെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു. അതിനുശേഷം ദേവദാസം പോകാൻ നേരത്ത് പറഞ്ഞു അടുത്ത ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തിന് ശനിയാഴ്ച കിടക്കാൻ സമയം വരെ ഉറങ്ങാൻ കിടന്ന സമയത്താണ് ഓർമ്മ വരുന്നത്. ആ ദേവദാസൻ പറഞ്ഞല്ല, നീ ഞായറാഴ്ചയും കൂടെ പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ഞായറാഴ്ചയും അവിടെ കടന്നു ചെന്നു. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചവർ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ 3-ാമത്തെ ഞായറാഴ്ച അദ്ദേഹം സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. പിന്നീട് ഈ സുശേഷ വേലയ്ക്കായി കണ്ടിരിക്കുന്നു പല ദേവദാസന്മാരും പറഞ്ഞുവെങ്കിലും ഉപദേശിപ്പണി ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1 വർഷം കൂടെ മല്ല് പിടിച്ച് നിന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു ജോലി. അപ്പോൾ പാർട്ടിയുടെയും അതുപോലെയുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തിയിരുന്ന അദ്ദേഹം E.K. നാരായണൻ്റെ മരണമാണ് അവസാനമായി അനൗൺസ്മെൻറ്റ് ചെയ്തത്. അന്ന് പത്രക്കാർ നല്ല പുകഴ്ത്തി അല്ലെങ്കിൽ നല്ല അനൗൺസ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് എഴുതിയെങ്കിലും അന്നത്തെ അനൗൺസ്മെൻ്റ് അമ്പേ പാളിപ്പോയി. അത് അദ്ദേഹത്തിന് വളരെ വിഷമമായി. രാത്രിയിൽ വീട്ടിൽ ചെന്ന് ദൈവത്തോട് സംസാരിച്ചപ്പോൾ പിന്നെയും ദൈവാത്മാവ് സംസാരിച്ചു, സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി
അപ്പോൾ അതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ വിവാഹാനന്തരം ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നു. വളരെ കഷ്ടതയുടെ ചൂളയിലൂടെ കടന്നു പോയത് പോലെയായിരുന്നു അവിടുത്തെ ശുശ്രൂഷകളൊക്കെ. വളരെ കുഗ്രാമങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞങ്ങൾ പോയിരുന്നത്. ഒരു നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല കറി ഒക്കെ അങ്ങനെ ഒരു സാഹചര്യം. അപ്പം ഞാനൊരു ദിവസം വഴക്കുണ്ടാക്കി. ഞാൻ വീട്ടിൽ പോവുക, കേരളത്തിന് എൻ്റെ വീട്ടിൽ പോവുക, എനിക്കിവിടെ വയ്യ, ഒട്ടും വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥയിലെത്തി. അന്നേരത്തിലും അച്ചായി പറഞ്ഞു, ഞാനിവിടെ വന്ന് ദൈവം ഇവിടെ കൊണ്ടതാണെങ്കിൽ ഞാൻ മരിച്ചു വീണാൽ ഇവിടെ മരിച്ചു വീഴുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രിയിൽ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ആ ദർശനം, ഞാനൊരു കപ്പലിലേക്ക് ഞങ്ങൾ രണ്ടും കൂടെ യാത്ര ചെയ്യുക, കപ്പലിലേക്ക് കയറാനായിട്ട് ചെന്നപ്പോഴത്തേന് കപ്പൽ നിറയെ കൊള്ളക്കാർ തൂക്കുമായിട്ട് നിൽക്കുന്നു. തിരിച്ച് ഞങ്ങൾ ആ ഇറങ്ങിയ സ്ഥലത്തേക്ക് ഓടിക്കയറി. അതിനുശേഷം ഞാനിങ്ങനെ നടന്ന് ആ പാറയിലൂടെ നടന്നു പോകുമ്പം എൻ്റെ സഹോദരൻ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്ന ഒരു ദർശനം എനിക്ക് ദൈവം തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെ നിൽക്കാനാണെന്ന്. അങ്ങനെ പിന്നെ ആ വർഷം ഞങ്ങളവിടെ നിന്നു, കർത്താവിൻ്റെ വേല ചെയ്തു. 15 അധ്യാപകർ, മലയാളി അധ്യാപകർ, അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ 15 പേര് അന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന് ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിന് പിശാച് തട്ടിമാറ്റാനായിട്ട് പല രീതികൾ ചെയ്യും അന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ അവിടെ ആന്ധ്രാപ്രദേശിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അച്ചായിക്ക് സുഖമില്ലാതെ വന്നു. സുഖമില്ലാതെ വന്നു. കിഡ്നി രണ്ടും ഫെയിലായത് ഞങ്ങൾ അറിയുന്ന, അവിടെ ഹോസ്പിറ്റലൊന്നുമില്ല. തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ തൊടുപുഴയിലാണ് അച്ചായിയുടെ വീട്. അപ്പോൾ അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും അവിടുത്തെ സൂപ്രണ്ടൻ്റ് റെജി ഡോക്ടറാണ്. റെജി ഡോക്ടർ പറഞ്ഞു, പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, റെജി ഡോക്ടർ പറഞ്ഞു, ഈ മനുഷ്യൻ 2 ദിവസത്തിൽ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ സഹോദരങ്ങൾ എന്നോടിത് പറയുന്നില്ല, ഇദ്ദേഹം കിഡ്നി രണ്ടും ഫെയിലായി മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊന്നും ഇവർ പറയുന്നില്ല. അവസാനം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എപ്പോഴും എന്നോട് പറയുമായിരുന്നു, എടി എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറയുമായിരുന്നു. അപ്പം അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളൊക്കെ ജ്യേഷ്ഠനും അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹവും ഒരു ബഹുമാനമൊക്കെ ആയതുകൊണ്ട് ഇവരോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളൊരു പെർമിഷൻ തന്നാൽ മതി, ഞാൻ മെഡിക്കൽ കോളേജിന് കൊണ്ടുപോയിക്കോളാം, വേറെ ഒന്നും നിങ്ങൾ അറിയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും മിണ്ടുന്നില്ല. അവസാനം ഒരു ജനുവരി 1-ാം തീയതി 2011 ജനുവരി 1-ാം തീയതി ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൊത്തം നീരാണ്, അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കിഡ്നി രണ്ടും ഫെയിലായാലും ശരീരത്തിൽ നീരുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കിഡ്നി രണ്ടും ഫെയിലായെന്ന്. ഉടനെ ഞാൻ വേറെ ആരെയും നോക്കിയില്ല, ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് റെഫർ ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക്. അങ്ങനെ ഒരു ആംബുലൻസ്, പ്രൈവറ്റാണ് അവിടെ, ഹോസ്പിറ്റൽ ആംബുലൻസ് ഒന്നും ഇല്ലായിരുന്നു. പ്രൈവറ്റായിട്ടൊരു ആംബുലൻസ് പിടിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി, ഫിസിയോളജി 2 വിഭാഗം ഡോക്ടർമാരും അവർ പരിശോധനയ്ക്ക് ശേഷം ഓരോരോ ടെസ്റ്റുകളൊക്കെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഏത് നേരത്തും മരിക്കാം, കാരണം രക്തത്തിലെ ഇലക്ട്രോലൈറ്റുകളായ മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള ഒരു സാധനവും നോർമൽ റേഞ്ചിലും വളരെ താഴെയാണ്, അതുകൊണ്ട് നിങ്ങൾ മരണത്തിനായി ഒരുങ്ങണമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്താ ജോലി എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സുവിശേഷ പ്രവർത്തനമാണ്, ആന്ധ്രയിലാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രസംഗം കൊണ്ടൊന്നും ഈ രോഗി രക്ഷപ്പെടത്തില്ല. ആ ഡോക്ടർക്ക് എന്തോ പെന്തക്കോസ്തുകാരുടെ ഒരു അലർജി, ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അഡ്മിറ്റാക്കിയതിൻ്റെ പിറ്റേ ദിവസം ഇദ്ദേഹം സൈലൻ്റ് അറ്റാക്ക് വന്ന് മരിച്ചു. നെഫ്രോളജി വിഭാഗവും ഫിസിയോളജി വിഭാഗവും വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഹീസ് നോ മോർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുറ്റബോധം എൻ്റെ മനസ്സാക്ഷിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നേരത്തെ എന്നോട് പല പ്രാവശ്യം അച്ചായി പറഞ്ഞു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കാത്തതിൽ എൻ്റെ മനസ്സാക്ഷി വല്ലാതെ എൻ്റെ കുറ്റബോധത്താൽ ഇങ്ങ് നിറഞ്ഞു കവിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് മരിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്യും, ഇങ്ങനെ ഒരു ചിന്തയാണ് പിശാചൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടിട്ടത്. അപ്പോഴത്തേനും പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഹിസ്കിയാവിന് ആയുസ്സ് കൊടുത്ത ദൈവം, ആ ദൈവം
എൻ്റെ ഭർത്താവിനെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ ശക്തനാണെന്ന് ഞാൻ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ഇടയ്ക്കിറങ്ങിയ ഒരു പാട്ടാണ്, നിൻ്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിക്കും നിശ്ചയം എന്നൊരു 3-4 ലൈനേ അറിയത്തുള്ളൂ. ഞങ്ങൾ ആന്ധ്രയിലായതുകൊണ്ട് ഇങ്ങനെ 1-2 പ്രാവശ്യം കേട്ടതേ ഉള്ളൂ. അങ്ങനെ ആ പാട്ട് ഞാൻ തന്നെയും പിന്നെയും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയത്തി വന്ന് 2 പ്രാവശ്യം എന്നെ തട്ടിയിട്ട് പറഞ്ഞു, ദേ ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നു, ഡോക്ടർമാർ, നേഴ്സുമാർ, രോഗികൾ കൂടെ നോക്കാൻ വന്നവരെല്ലാം ശ്രദ്ധിക്കുന്നു ചേച്ചി, പതുക്കെ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഈ ഡോക്ടർമാർ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ല ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണെന്ന്. എന്നിട്ട് ഞാൻ പാടി പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നിലച്ചു പോയ അദ്ദേഹത്തിൻ്റെ ഹൃദയം വീണ്ടും സ്പന്ദിക്കുവാൻ തുടങ്ങി. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ ജയകുമാർ പറഞ്ഞതാണ്, ദിസ് ഇസ് എ സൂപ്പർ നാച്ചുറൽ കേസ്, ഇത് വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമായിരിക്കുന്നുവെന്ന് പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കും. മോശയെപ്പോലെ ചെങ്കടലിൻ്റെ തീരത്ത് മോശ നിലവിളിച്ചപ്പോൾ മോശയുടെ നിലവിളി ദൈവം കേട്ട് അസാധ്യമായ കാര്യം കിഴക്കൻ കാറ്റടിപ്പിച്ച് തുവർതലമാക്കി വെള്ളം 2 സൈഡിലും മതിലായി നിന്നു. അങ്ങനെ അസാധ്യങ്ങളെ തൻ്റെ ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും എന്നെനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഈ ഷുഗർ ഉണ്ടായിരുന്നത് കൊണ്ട് വലത് കാല് ഓപ്പറേഷൻ, മുട്ടിന് മേളിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഈ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. അപ്പം ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, കുഞ്ഞെ നീ ഉറങ്ങിയിട്ട് ഒത്തിരി ദിവസമായില്ല, അതുകൊണ്ട് ഉറങ്ങിക്കൊന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ചേട്ടൻ ഒരു കസാരയൊക്കെ ഇട്ടിട്ട് പത്രം എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ കിടന്നുറങ്ങി. ഉറക്കത്തിൽ എൻ്റെ ഇടത് തോളിൽ ശക്തമായി 2 പ്രാവശ്യം ആരോ അടിച്ചിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ഇപ്പം എൻ്റെ ചെവിയിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുന്നു, എഴുന്നേക്ക് ഷുഗർ കുറഞ്ഞു പോയെന്ന്. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇദ്ദേഹം വെള്ളത്തിൽ കുളിച്ച് കിടക്കും പോലെ കിടക്കുന്നു. ഞാൻ ഓടി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടറെ ഷുഗർ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് ഷുഗർ 40 അപ്പോൾ അതിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അങ്ങനെ ഞങ്ങൾ വലിയ അപകടത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ഞങ്ങൾ തൊടുപുഴയിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് കണ്ണിൻ്റെ ഞരമ്പെല്ലാം പൊട്ടി ബ്ലഡ് ക്ലോട്ട് ചെയ്തു, ഇനി കാഴ്ച ലഭിക്കത്തില്ല, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ അമൃതയിൽ പോയി ഒന്ന് പരീക്ഷിക്കാം, ഗ്യാരണ്ടി ഒന്നുമില്ല, പരിശോധിച്ചോളാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ വൈകിട്ട് വന്ന് ഞങ്ങൾ 2 കൂടെ പ്രാർത്ഥിച്ചു. അന്ന് വരെ ഈ കാല് മുറിച്ച് മാറ്റിയിട്ട് ഒരു നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്തിനുണ്ടായിട്ടില്ല. പക്ഷേ അന്ന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ വളരെ നിരാശയോടുകൂടി അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ലാതെ ജീവിക്കേണ്ട ദൈവമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നു. പിറ്റേ ദിവസം പഴയതുപോലെ ദൈവം കാഴ്ച നൽകി. അതിനുശേഷം ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. പെന്തക്കോസ്തി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചാച്ചൻ ഷെയറൊന്നും കൊടുത്തില്ല. അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി. വീടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അനിയനൊക്കെ വീട് പണിയുന്നതിന് മുമ്പ് താമസിച്ച് ഷെഡിലാണ് ഞങ്ങൾ പിന്നെ താമസിക്കുന്നത്. അന്നൊരു ദിവസം എനിക്ക് വളരെ വിഷമം തോന്നി. പ്രാർത്ഥിച്ചൊന്നുമില്ല, വളരെ വിഷമം തോന്നി. ഞാനിങ്ങനെ കരഞ്ഞു, ദൈവമേ, എനിക്ക് എൻ്റെ അമ്മായിച്ചന് 3 ഏക്കർ സ്ഥലമുണ്ട്, എൻ്റെ സ്വന്തം വീട്ടിൽ 3 ഏക്കർ സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് വീട് വെക്കാൻ ഒരു 5 സെൻറ്റ് സ്ഥലമില്ലല്ലോ എന്ന് ഇങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഒരു കൊച്ചിൻ്റെ ഫാദർ എന്നെ വിളിക്കുന്നു, ടീച്ചറെ തൊടുപുഴയ്ക്ക് വരണം, ടീച്ചറിന് 4 സെൻറ്റ് സ്ഥലം ഞാൻ ടീച്ചറിൻ്റെ പേരിൽ എഴുതി തരാം, അതുകൊണ്ട് തൊടുപുഴയ്ക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ ചെന്നു. അവരെനിക്ക് 4 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിൽ എഴുതി തന്നു. അങ്ങനെ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. പിന്നീട് 5 വർഷം പരസ്യമൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ദൈവം നൽകിയ താലന്ത്. അപ്പോൾ പരസ്യത്തിന് പോകാനായിട്ട് ഒരു ദേവദാസന് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഓട്ടോയിൽ ഞങ്ങൾ എന്നും പരസ്യത്തിന് പോകും. അങ്ങനെ കാസർഗോഡ് വരെ പരസ്യത്തിന് പോകാനായിട്ട് ദൈവം സഹായിച്ചു. 1.5 കാലം കൊണ്ടാണെങ്കിലും. എന്നിട്ട് അദ്ദേഹം ഓട്ടോയിലിരുന്നല്ലേ ദൈവവചനം പറയുക, അല്ലെങ്കിൽ ഓട്ടോയെ ചാരി നിന്നുകൊണ്ട് ഈ സ്ട്രെച്ചർ പിടിച്ച് അങ്ങനെ ദൈവവചനം പറയും. എന്നിട്ട് 2014 ദൈവസ്ഥാനിലേക്ക് ചേർക്കപ്പെടുന്നതിൻ്റെ 1 മാസം മുമ്പ്. അതിനുശേഷം ഞങ്ങൾക്ക് അദ്ദേഹം സ്ഥലം തന്ന ആൾ പിന്നീടാണ് എൻ്റെ ഫാദറിലോ ഞങ്ങൾക്ക് ഷെയർ തരുന്നത്.
വരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ വീട് വെച്ചില്ല. അവരത് വിറ്റിട്ട് ഞങ്ങൾക്ക് 1 സെൻറ്റിൻ്റെ പൈസ ഞങ്ങൾക്ക് വീട് പണിയാനായി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ ഓഹരിയിൽ ഞങ്ങൾ വീട് പണിതു. അങ്ങനെ അവിടെ താമസിച്ചു. അപ്പോൾ അച്ചായിയുടെ പേരിലാണ് സ്ഥലം ഫാദർ എഴുതി കൊടുത്തത്. മരിക്കുന്നതിന് 1 മാസം മുമ്പ് എൻ്റെ പേരിലേക്ക് സ്ഥലം എഴുതി തന്നു. അത് കഴിഞ്ഞ് മരിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് എൻ്റെ ആങ്ങളയുടെ മോൻ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ അവന് ക്യാഷ് പ്രൈസ് കിട്ടി. അപ്പോൾ അത് ആർക്ക് കൊടുക്കണമെന്ന് ഇവൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് അവനോട് സംസാരിച്ചു, അച്ചായിക്ക് കൊടുക്കണമെന്ന് സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും അവന് വിവാഹത്തിൻ്റെ ഒരു പെണ്ണൊക്കെ ഫോട്ടോയൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അച്ചായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ പെണ്ണിനെ കെട്ടിയത് നിനക്കുള്ളതാണ്, ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം ചെയ്തു. അതിനുശേഷം ഇവനോട് ഞാൻ വൈകിട്ട് അനിയൻ്റെ വീട്ടിൽ പോയായിരുന്നു. അന്നേരം ഇവൻ വെള്ളം എടുക്കാനായിട്ട് ആങ്ങളുടെ മോൻ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയതാണെന്നേരം അവനെ വിളിച്ചു. ഒരു കസരയിട്ട് ആ ചൈഡ് അടുത്തിരുന്നപ്പോൾ വേണ്ട, അത് എൻ്റെ കട്ടിലയിൽ ഇരിക്കാൻ പറഞ്ഞ് കട്ടിലയിൽ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ആൻറ്റീനെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കുഞ്ഞിനെ ഭരമേൽപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം 2ാമത്തെ ദിവസം ഒന്ന് മരിക്കുന്ന ഒരു ബുധനാഴ്ചയാണ്. അന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അന്ന് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അന്ന് എന്നോട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് നീ പോകണ്ട, ഇന്ന് നാളെ നീ ഉപവാസം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായയൊക്കെ കൊടുത്തിട്ട് തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തോടുണ്ട് അടുത്ത്, അവിടെ പോയി തുണി വാഷ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വന്ന് വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അനിയത്തി കേട്ട്, അനിയത്തി ഞങ്ങളുടെ കിണർ അടുത്താണ്, വീടിനടുത്താണ്. അപ്പോൾ അനിയത്തി കേട്ട് എന്താ അച്ചായി വിളിക്കുന്നതെന്ന് ചോദിച്ചു. ചേച്ചി തുണി വിരിക്കുക, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം തുണി വിരിച്ചിട്ട് ചെന്നപ്പോഴത്തേനും അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ട് ഉള്ള ഇതാണ്. ഞാൻ 2 തുള്ളി വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു. അത് കുടിച്ചിട്ട് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ 2 ആഗ്രഹങ്ങളായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൺവെൻഷൻ വെക്കണം, BBS നടത്തണമെന്ന് ആഗ്രഹമായിരുന്നു. അതെന്നോട് പറയുമായിരുന്നു. മരണശേഷം 6 വർഷം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൺവെൻഷൻ നടത്തുവാനും BBS നടത്താനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ വർഷവും എല്ലാം അവിശ്വാസികളുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നാമധേയ ക്രൈസ്തവരാണ് അവിടെ താമസിക്കുന്നത്. ആ കുട്ടികളൊക്കെ ഈ വർഷവും BBS വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ BBS അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കാൻ എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് പുസ്തകം പ്രിൻ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത് എറണാകുളത്തുള്ള ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് പളമ്പള്ളി നഗർ. അവരെനിക്ക് 75,000 രൂപ പുസ്തകം പ്രിൻ്റ് ചെയ്യാനായിട്ട് തന്നു. അതിന് അവരുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഞാൻ താമസിക്കുന്ന ശാസ്താംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശാസ്താംപാറയിലുള്ള എല്ലാ ജനങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഇത്രയും സമയം ദൈവം തന്ന നന്മകളെ പ്രസ്താവിപ്പാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളും നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിച്ച് പറയട്ടെ.